ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു മാജിക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. വീഡിയോ എഡിറ്റ് ചെയ്യാൻ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഉള്ള പല രീതിയിലും വീഡിയോ എഡിറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒറ്റ ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കേണ്ട ആവശ്യമില്ല, മ്യൂസിക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ, ഓൾറെഡി യൂട്യൂബിൻ്റെ തന്നെ ക്രിയേറ്റ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല. പക്ഷേ യൂട്യൂബ് തന്നെ തരുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണിത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഓൾറെഡി അത് അപ്ലോഡ് ചെയ്ത് കിട്ടും. ഞാൻ ഓൾറെഡി അത് അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. 1 2 3 4 5 6 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ ട്രൈ അഗൈൻ കൊടുക്കുന്നുണ്ട്, സേവ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇവിടെ വോയിസ് ഓവർ ഞാൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്, മ്യൂസിക് ആഡ് ചെയ്യുന്നുണ്ട്, ക്യാപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വോയിസ് ഓവർ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെങ്കിൽ വോയിസ് ഓവർ ഓൾറെഡി എൻ്റെ വോയിസ് ഓവർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ക്യാൻസൽ ചെയ്തത്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വോയിസ് ഓവർ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ അടക്കം വരും കേട്ടോ. നിങ്ങൾ വോയിസ് ഓവർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൾറെഡി ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അനലിറ്റിക്സ് മീഡിയ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. സെലക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്, ക്യാപ്ഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ഗോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യാം. ഗോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ട്, നിങ്ങളെ വീഡിയോ വന്നിട്ടുണ്ട്, അതിൻ്റെ അടുക്കുന്ന മ്യൂസിക് ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ വീഡിയോസ് ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളാണ്. ഷോർട്ട് വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, എല്ലാം ഓട്ടോമാറ്റിക്, ഒറ്റ ക്ലിക്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലെല്ലാം വലിയ ക്രിയേറ്റേഴ്സ്മാർ വീഡിയോ ഇടുന്ന പോലെ നിങ്ങൾക്ക് വൈറലാക്കാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് വൈറലാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ക്യാപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവിടെ ക്യാപ്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ വീഡിയോ എന്ന് കാണിക്കുന്നുണ്ട്, ക്യാപ്ഷൻ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്. മ്യൂസിക് എന്ന് പറയുന്നത് മ്യൂസിക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. മ്യൂസിക് ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഓൾറെഡി വന്നിട്ടുണ്ടാവും. ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ വ്യൂസ് ആൾക്കാർ അവർ ക്ലിക്ക് ചെയ്യുന്നത്. ആ മ്യൂസിക്കിൻ്റെ ഒരു സപ്പോർട്ടും കൂടി കിട്ടിയിട്ട്. അപ്പോൾ നമുക്ക് മ്യൂസിക് ഓൾറെഡി ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇനി അഥവാ ഇതിൽ നിങ്ങൾക്ക് ഏത് മ്യൂസിക് യൂസ് ചെയ്താലും നിങ്ങൾക്ക് ഇതിൽ കോപ്പിറൈറ്റ് കിട്ടത്തില്ല കേട്ടോ. 100% ഗ്യാരണ്ടിയാണ്, ഇത് കോപ്പിറൈറ്റ് കിട്ടത്തില്ല. ഇത് യൂട്യൂബിൻ്റെ തന്നെ ക്രിയേറ്റ് ആപ്പാണ്. ഓൾറെഡി ഞാൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യണമെന്ന്, എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടതെന്നും ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചത്. ഞാൻ ഓൾറെഡി ട്രാൻസ്ലേറ്റർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അഥവാ നമുക്ക് ഈ വീഡിയോസ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി ഇവിടെ നിങ്ങൾക്ക് വരുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇനി ട്രാൻസ്ലേറ്റർ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ട്രാൻസ്ലേറ്റർ പോവാം. നമുക്ക് ഏത് മോഡൽ വേണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ ഓൾറെഡി വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ട്. അതിന് ഇവിടെ ഇഷ്ടംപോലെ ട്രാൻസ്ലേറ്റർ വന്നിട്ടുണ്ട്. ഏത് ട്രാൻസ്ലേറ്റർ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. സൂം ഇൻ, സൂം ഔട്ട് ഇവിടെ ഓൾറെഡി ഇത് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഓക്കെ, ഇത് വേറെ രീതിയിലാണ് വരുന്നത്. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ ഇങ്ങനത്തെ ആയതുകൊണ്ട് അത് അത്ര രസം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളെ കുക്കിംഗ് വീഡിയോ, ഒരു ഫിഷ് ഫ്രൈ ഇന്ത്യ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വേറെ എന്തെങ്കിലും വീഡിയോസ് ആണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് വരും കേട്ടോ. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഇടുക. ഞാൻ ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. ഇത് ഓൾറെഡി ക്രിയേറ്റ് ആപ്പ്, ഇത് എവിടെ എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുശേഷം നിങ്ങൾക്ക് സിമ്പിളായിട്ട് വേറെ ഫുള്ള് ക്ലാരിറ്റിയിൽ ഞാൻ ഫുള്ള് വിശദീകരിച്ചിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഇപ്പം ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്യുന്ന കാണിച്ചു തന്നു. ഓക്കെ, നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന കാണിച്ചു തന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ മ്യൂസിക്കിൽ പോവുക. മ്യൂസിക്കിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇപ്പോൾ വോളിയം ചേഞ്ച് കുറക്കണം കൂട്ടണം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇത് 10ലാണ്, ഓട്ടോമാറ്റിക്കാണ് വരുന്നുള്ളത് കേട്ടോ. ഇത് 10ലാണുള്ളത്. മ്യൂസിക്കിന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കുക. കുറച്ചിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. നിങ്ങളുടെ വോയിസ് ഓവർ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ നിങ്ങൾക്കിത് വോയിസ് ഓവറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഓൾറെഡി വേറെ ഫോട്ടോസോ വീഡിയോസോ എഡിറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഓൾറെഡി എൻ്റെ വോയിസ് ഓവർ ഉള്ളത് കൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ വോയിസ് ഓവർ അടക്കം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിത് മൊത്തം ഡിലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ബാക്ക് പോകുന്നുണ്ട്. ബാക്ക് പോയിട്ട് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ
ക്രിയേറ്റ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് യൂട്യൂബിൻ്റെ ആണ്. എൻ്റെ യൂട്യൂബിൻ്റെ ലോഗോ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓൾറെഡി യൂട്യൂബിൻ്റെ എഡിറ്റിംഗ് ആപ്പാണ്. ഞാൻ എവിടെ നിന്നാണ് എഡിറ്റിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ടാംപ്ലേറ്റ്സും ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ടാംപ്ലേറ്റ്സ് ഉണ്ട്. ടാംപ്ലേറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ രൂപത്തിൽ ടാംപ്ലേറ്റ്സ് ഓൾറെഡി ഇവിടെ എഡിറ്റ് ചെയ്യാൻ കിട്ടും. നിങ്ങൾക്ക് ഇങ്ങനെ ടാംപ്ലേറ്റ്സ് വരുന്നുണ്ടാവും. ഈ ടാംപ്ലേറ്റ്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് പകരമായിട്ട് നിങ്ങളെ വീഡിയോസ് ഇട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളെ വീഡിയോസോ ഫോട്ടോസോ എന്തുള്ളത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് ഫോട്ടോസ് ഇട്ട് കൊടുത്താൽ മതി. ഈ ടാംപ്ലേറ്റ് ആയിരിക്കും വരുന്നത്. ഈ ടാംപ്ലേറ്റ് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന ആളാണെങ്കിൽ, ഇങ്ങനത്തെ ഒരു വ്ളോഗ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഫുഡ് വ്ളോഗെല്ലാം ചെയ്യുന്ന ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഈ ടാംപ്ലേറ്റ് കിട്ടും. അതിന് നെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ബാക്കപ്പ് പോയിട്ട് ഇവിടെ താഴത്ത് കുറേ ടാംപ്ലേറ്റ്സുകൾ ഉണ്ടാവും. ഏത് ടാംപ്ലേറ്റ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുക. ഇതിൽ നിങ്ങൾക്ക് മ്യൂസിക്കിന് കോപ്പിറൈറ്റ് സ്ട്രൈക്കോ അതെല്ലാം ഒന്നും വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഈ ടാംപ്ലേറ്റ് വേണമെങ്കിൽ എടുക്കുക. ഈ ടാംപ്ലേറ്റിൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ബ്യൂട്ടി ടിപ്സിൻ്റെ ടാംപ്ലേറ്റ് ആണ്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി മ്യൂസിക് വന്നിട്ടുണ്ട്. അതിൽ ഒന്നും ചെയ്യാനില്ല, അത് ഓട്ടോമാറ്റിക്കലി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് കുറച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. നിങ്ങളൊരു കുക്കിംഗ് ചാനലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് ഞാൻ ഓൾറെഡി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. എന്താണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ മതി. ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്കൊരു കുക്കിംഗ് വീഡിയോ ഉണ്ട്. ഞാൻ ഓൾറെഡി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നമുക്കൊരു കുക്കിംഗ് വീഡിയോ എങ്ങനെ ഇതിൽ എഡിറ്റ് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം നിങ്ങൾ കാണുന്ന വൈറൽ വീഡിയോസ് പോലെ എഡിറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ക്രിയേറ്റ് ഷോർട്സ് എടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്നല്ല, എത്ര 3 സെക്കൻഡ് 5 സെക്കൻഡ് 7 സെക്കൻഡുള്ള വീഡിയോസ് കുറച്ച് ഞാൻ ഓൾറെഡി എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഞാൻ കട്ട് പീസ് ചെയ്തിട്ട് ഓൾറെഡി ഇടുന്നുണ്ട്. ഇതിൽ ഒരു ഫസ്റ്റത്തെ വീഡിയോസ് ഒന്ന് ഇടാം. സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഓൾറെഡി കാണിച്ചു തരുന്നത് ഷോർട്സിൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ വീഡിയോയുടെ രണ്ടാമത്തെ വീഡിയോയുടെ മൂന്നാമത്തെ വീഡിയോയുടെ നാലാമത്തെ വീഡിയോയുടെ അഞ്ചാമത്തെ വീഡിയോയുടെ ആറാമത്തെ വീഡിയോയുടെ ചെറിയ എത്ര 5 സെക്കൻഡ് 6 സെക്കൻഡുള്ള വീഡിയോസ് മാത്രമേ ഇടാവൂ. കൂടുതലുള്ള വീഡിയോസ് ഇടരുത്. നിങ്ങൾ ആ കറക്റ്റായിട്ട് ആ പോർഷൻ മാത്രം എഡിറ്റ് ചെയ്ത് വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമുക്ക് വീഡിയോ കിട്ടുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ മ്യൂസിക് ഓൾറെഡി ആഡ് ആയിട്ട് വരും. ക്യാപ്ഷൻ ഓൾറെഡി ആഡ് ആയിട്ട് വരും. വോയിസ് ഓവർ ഓൾറെഡി ആഡ് ആയിട്ട് വരും. അപ്പോൾ വോയിസ് ഓവർ നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് കേട്ടോ. ഇതിൽ വോയിസ് ഓവർ നമുക്ക് വേണ്ട, നമ്മളെ രീതിയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുത്താൽ മതി കേട്ടോ. അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഓൾറെഡി ചെയ്യുന്നുള്ളത് ഇതിൽ തന്നെയുള്ള AI വോയിസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളെ വീഡിയോസ് എങ്ങനെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. നമുക്കെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാവില്ല കേട്ടോ, മ്യൂസിക് അടക്കം. നേരെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ നേരെ ഷോർട്സിൽ അപ്ലോഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് പ്രോസസ്സിങ് ഐക്കോണുണ്ട്. പ്രോസസ്സിങ് ആയ സമയത്ത് നമുക്ക് ഓൾറെഡി ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ആവും കേട്ടോ. വീഡിയോ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണിക്കും കേട്ടോ. ഇതിൽ എഡിറ്റിങ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണിക്കും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ജനറേറ്റ് ക്യാപ്ഷൻ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. Next, add your chopped veggies and the magic sambar powder. Sauté okra and tomatoes separately. Then it all comes together for a quick simmer. A quick tempering of mustard seeds and curry leaves perfects it. And just like that, my delicious homemade sambar is ready. ഇങ്ങനെയാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എഡിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വോയിസ് ഓവർ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ വോയിസ് ഓവർ ഉണ്ടല്ലോ, ഈ വോയിസ് ഓവർ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ബ്ലൂ ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ഓവർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് മ്യൂസിക്കാണ്. അതിൻ്റെ ടോപ്പിലത്തെ വീഡിയോസാണ്. അതിൻ്റെ ടോപ്പിലുള്ളത് നമ്മുടെ
ടാംബ്ലെറ്റ്സ് ആണ്. ഓക്കെ, ടാംബ്ലെറ്റ്സ് ആണ്. അപ്പോൾ ടാംബ്ലെറ്റ്സിൻ്റെ ഇപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ടാംബ്ലെറ്റ്സിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടാംബ്ലെറ്റ് മാത്രം സ്റ്റൈൽ ചേഞ്ച് ആക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽ ചേഞ്ച് ആക്കുക, സൈസ് വലുതാക്കാം, ചെറുതാക്കാം, ഫോണ്ട് വേണമെന്നുണ്ടെങ്കിൽ വേറെ മാറ്റാം, വേറെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഫോണ്ടിലേക്ക് മാറ്റാം, കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ കളറിലേക്ക് മാറ്റാം. ഇവിടെ നമുക്ക് ഏത് കളറിലാണ് വേണ്ട ആ കളറിൽ കൊടുക്കുക. മൾട്ടി കളറിൽ വേണമെങ്കിൽ മൾട്ടി കളറിൽ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. റെഡ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ചേഞ്ച് ചെയ്യുക. ഇങ്ങനെ ചേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വരുന്നത്, ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് വരുന്നത് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനനുസരിച്ചിട്ട് ഇപ്പോൾ ഇത് കളർ ഫുള്ള് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടുക, വേറെ കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ പിങ്ക് കളറിലേക്ക് ആഡ് ചെയ്യുക, ഡെന്ന് കൊടുക്കുക. ഡെന്ന് കൊടുക്കുന്ന സമയത്ത് ആ ക്യാപ്ഷന് അവിടെ പിങ്ക് കളറിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാം പിങ്ക് കളറിലേക്ക് ആയിട്ടുണ്ട് ക്യാപ്ഷന്. ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സാമ്പാറൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. And turmeric. Next, add your chopped veggies and the magic sambar powder. Sauté okra and tomatoes separately. Then it all comes together for a quick simmer. A quick tempering of mustard seeds and curry leaves perfects it. And just like that, my delicious homemade sambar is ready. സാമ്പാർ റെഡി. ഇനി ജസ്റ്റ് മ്യൂസിക്കിന് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. മ്യൂസിക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കൂട്ടി കൊടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ വോയിസ് നമുക്ക് ഇത് കുറച്ച് കുറവാണ്, 32 ഉള്ളത്. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂട്ടി കൊടുക്കാം കേട്ടോ. മ്യൂസിക് കുറച്ച് കൂട്ടി കൊടുത്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. നോക്കാം എങ്ങനെയുണ്ടെന്ന്. Chopped veggies and the magic sambar powder. Sauté okra and tomatoes separately. Then it all comes together for a quick simmer. A quick tempering of mustard seeds and curry leaves perfects it. And just like that, my delicious homemade sambar is ready. ഓക്കെ, കുറച്ച് മ്യൂസിക് കൂടിയിട്ടുണ്ട്. ഇനി മ്യൂസിക് അല്ല, നമുക്ക് ട്രാൻസ്ലേറ്റർ ഇങ്ങനെ മാറുന്നത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ലേറ്റർ ചേഞ്ച് ആവുന്നത് കാണിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറേ ഇത് കാണിക്കുന്നുണ്ടല്ലോ. ഇതിൽ വേറെ ഏതെങ്കിലും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുക, വേണമെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ പോകും കേട്ടോ. അപ്പോൾ അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്, ഏത് ട്രാൻസ്ലേറ്ററാണ് നമ്മൾ യൂസ് ആക്കുന്നത് അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ എങ്ങനെ വരുന്നുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ട്രാൻസ്ലേറ്റർ അവിടെ മാറിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കൊടുക്കാനുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാമല്ലോ. ജസ്റ്റ് ഒന്ന് വേണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഈ ട്രാൻസ്ലേറ്റർ എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത്, നിങ്ങൾക്ക് 1-2 വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ഒന്നും ചെയ്യാണ്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒറ്റ ക്ലിക്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങളെ മ്യൂസിക് ആഡ് ആയിട്ട് വരും, നിങ്ങൾക്ക് ആ വീഡിയോക്ക് പറ്റിയ മ്യൂസിക് ആഡ് ആയിട്ട് വരും. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വരും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ വോയിസ് ചെല്ലുന്ന ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സെയിം ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വോയിസ് കൊടുത്താൽ മതി. മറ്റേ വോയിസ് ഡിലീറ്റ് ചെയ്താൽ മതി. അത് ഈ താഴത്ത് കാണുന്ന ഈ വോയിസ് ഓവർ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ആ വോയിസ് ഓവർ ഡിലീറ്റ് ചെയ്യും. അതിനുശേഷം അതിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഈ വോയിസ് ഓവറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സിമ്പിൾ ക്ലിക്ക് ചെയ്ത വോയിസ് ഇവിടെ ഡിലീറ്റ് ചെയ്യുക. ഡിലീറ്റ് ചെയ്തിട്ട് ആ പോർഷൻ മാത്രം നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കുക. അപ്പോൾ അതേപോലെ കട്ട് വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മ്യൂസിക് അതിൻ്റെ ഇടയിൽ ആഡ് ആയിട്ട് പോകും. ഓട്ടോമാറ്റിക്കലി നിങ്ങളെ വോയിസും പോകും കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കുന്നത് അങ്ങനെയാണ്. ഞാൻ അഥവാ AI വോയിസ് തന്നെ വെച്ചിട്ട് നിങ്ങൾ വോയിസ് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ മ്യൂസിക്കും കൊടുക്കുക, നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള വോയിസ് ഓവർ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വോയിസ് ഓവർ ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദിയിൽ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഇവിടെ
ടാംപ്ലേറ്റ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും, വേറെ ടാംപ്ലേറ്റ്സ് ഇടുന്നുണ്ടെങ്കിൽ വേറെ ടാംപ്ലേറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. യൂട്യൂബിൻ്റെ തന്നെ ആപ്ലിക്കേഷനാണ്. ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് വൈറ്റ് സ്റ്റുഡിയോയിൽ പ്ലേ സ്റ്റോറിൽ കയറാം. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ക്രിയേറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ആപ്ലിക്കേഷനാണ് യൂട്യൂബ് ക്രിയേറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഓൾറെഡി ഈ ടാംപ്ലേറ്റ്സ് കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ രീതിയിലാണ് നിങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്, ഇനിയിപ്പോൾ ഷോർട്ട് ഫീൽഡിലല്ല വീഡിയോ എഡിറ്റ് ചെയ്യേണ്ടത്, അതിനും ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അതേ വീഡിയോ എഡിറ്ററിൽ പോവുക. എഡിറ്ററിൽ പോയിട്ട് ഇവിടെ ടോപ്പിൽ നിങ്ങൾ കാണുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ലോങ് ഫീൽഡിൽ വേണമെന്നുണ്ടെങ്കിൽ ലോങ് ഫീൽഡിലേക്ക് മാറ്റാം. നേരെ സേവ് ചെയ്യുക. നേരെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ വീഡിയോസ് ലോങ് ഫീൽഡിൽ വരും കേട്ടോ. ഇങ്ങനെ വരും, ലോങ് ഫീൽഡിൽ വരും. അതല്ല നിങ്ങൾക്ക് ലോങ് ഫീൽഡിൽ വേറെ വീഡിയോസാണ്, നിങ്ങളെ കുക്കിംഗ് വീഡിയോസ് ലോങ് ഫീൽഡിലേക്ക് വേണമെന്നുണ്ടെങ്കിലും ഇതേമാതിരി നിങ്ങൾക്ക് ഓരോ വീഡിയോസ് ഇടാം, എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വളരെ സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇത് ഓൾറെഡി ഷോർട്ട് ഫീൽഡിലുണ്ടെങ്കിൽ കൊണ്ട് ഇത് ഷോർട്സിൽ തന്നെ ഞാൻ വെക്കുന്നുണ്ട്. ഓൾറെഡി ഷോർട്സിനുള്ള വീഡിയോസ് ആയിരുന്നത്. അപ്പോൾ ഇനി ഞാൻ ഓൾറെഡി ഷോർട്സിൽ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ. 9x16 ഇത് ഓക്കെ. ഓൾറെഡി ഓക്കെ ആയിട്ടില്ല. സേവ് കൊടുക്കുന്ന സമയത്ത് ഇത് ഷോർട്ട് ഫീൽഡിലേക്ക് പോയിട്ടുണ്ട്. ലോങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ലോങ് ഫീൽഡിലേക്ക് പോവുക, അതിനുശേഷം ലോങ് ഫീൽഡ് ക്ലിക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അതിനുശേഷം നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഏറോ മാർക്കുണ്ട്, എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്ത് റഷ്യൂലാണ് വേണ്ടത്. ഇതിലുള്ളത് തന്നെ ഇരുന്നോട്ടെ, അതന്നെ ജസ്റ്റ് ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. അലോ കൊടുക്കുക, ഡയറക്റ്റ് എക്സ്പോർട്ട് ആവും. ഒരു പെർമിഷനും ഇല്ല, ഒരു പേയ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല, ഫുള്ള് ഫ്രീ ആണ്. അതിനുശേഷം എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് യൂട്യൂബ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി അതിൽ തന്നെ ഓൾറെഡി ഓപ്ഷൻ വന്നിട്ടുണ്ടാവും കേട്ടോ. നിങ്ങൾ അതിൽ തന്നെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഗാലറിയിലേക്ക് പോയിട്ട് രണ്ടാമത് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് അപ്ലോഡ് ഷോർട്സ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ഷോർട്സ് എന്നിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഡയറക്റ്റ് യൂട്യൂബിലേക്കാണ് പോവുക കേട്ടോ. നിങ്ങൾ വേറൊരു ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഗാലറിയിലേക്ക് സേവ് ചെയ്യണം, എന്നിട്ട് യൂട്യൂബിലേക്ക് പോകണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഇവിടുന്ന് യൂട്യൂബിലേക്കാണ് ഡയറക്റ്റ് പോകുക. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ എൻ്റെ ചാനൽ ഇതല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനത് ക്യാൻസൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ ബാക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് എക്സ്പോർട്ട് ചെയ്തിട്ട് യൂട്യൂബിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. എന്നിട്ട് രണ്ടാമത് യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, യൂട്യൂബിൽ നിന്ന് അപ്ലോഡ് ചെയ്യാം കേട്ടോ.